ഇക്വേഷൻ 2 നമുക്കൊന്നുകൂടെ ക്ലിയർ ആക്കാം. എസ് എഫ് പി എൻ മൈനസ് എസ് എഫ് പി എം ലെസ് ദാൻ 1/n എന്ന് വന്നത് എങ്ങനെയാണെന്ന്. പി എൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് എം ഗ്രേറ്റർ ദാൻ എൻ. എം ഗ്രേറ്റർ ദാൻ എൻ എടുക്കുമ്പോൾ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/n ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ എപ്സിലോൺ 1/n ആകുമ്പം എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ ലെസ് ദാൻ 1/n നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/m ഉണ്ട്. പാർട്ടീഷൻ്റെ നോം 1/mൽ രണ്ട് പാർട്ടീഷൻ്റെ നോം 1/m താഴെയാണെങ്കിൽ 1/m താഴെയാണല്ല ഡെൽറ്റ എമ്മിൽ താഴെയാണെങ്കിൽ ഇത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ട്. ഇപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എമ്മും എന്നും. 1/nന് കറസ്പോണ്ടിങ് ആയിട്ട് പാർട്ടീഷ്യൻസിൻ്റെ നോം ഡെൽറ്റ എന്നിൽ താഴെയാകുന്ന പാർട്ടീഷ്യൻസിനെ ഞാൻ പി എൻ എന്നും, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ 1/mന് കറസ്പോണ്ടിങ് ആയിട്ട് പാർട്ടീഷ്യൻസിൻ്റെ നോം ഡെൽറ്റ എമ്മിൽ താഴെയാകുന്ന പാർട്ടീഷ്യൻസിനെ പി എം എന്നും വിളിക്കുകയാണ്. എം ഗ്രേറ്റർ ദാൻ എൻ ആയതുകൊണ്ട് ഡെൽറ്റ എന്നും ഡെൽറ്റ എമ്മും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എം ഓർ ഡെൽറ്റ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. പാർട്ടീഷൻ്റെ നോം ഡെൽറ്റ എമ്മിൽ താഴെയാണെങ്കിൽ ഡെൽറ്റ എൻ അതിനേക്കാളും വലുതാണ്. പാർട്ടീഷൻ്റെ നോം ഡെൽറ്റ എമ്മിലും ഡെൽറ്റ എന്നിലും താഴെയാണ്. പി എന്നിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. പി എമ്മിൻ്റെ ഡെൽറ്റ എൻ. പി എമ്മിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എം എന്ന് നമുക്കുണ്ട്. പി എം എന്നുള്ള നൊട്ടേഷനിൽ നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത്. ആൻഡ് ഡെൽറ്റ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. അതിനാണ് നമ്മൾ നേരത്തെ എം ഗ്രേറ്റർ ദാൻ എന്നിൽ ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എം അല്ല ഡെൽറ്റ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ എന്നുള്ളത് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നു. പി എൻ നോം ഡെൽറ്റ എനിൽ 1/nന് കറസ്പോണ്ടിങ് ആയിട്ട് നോം ഡെൽറ്റ എന്നിൽ താഴെ കിട്ടുന്ന പാർട്ടീഷ്യൻസും പി എമ്മും 1/mന് കറസ്പോണ്ടിങ് ആയിട്ട് നോം ഡെൽറ്റ എമ്മിൽ താഴെയായിട്ട് കിട്ടുന്ന പാർട്ടീഷ്യൻസും. ഏത് നമ്പർ വന്നാലും ഇങ്ങനത്തെ ഡെൽറ്റ എന്നും ഇവിടെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ എപ്സിലോൺ. അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂസ് 1/n എന്നും 1/n സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോം ഡെൽറ്റ എന്നിൽ താഴെ, ഇവിടെ നോം ഡെൽറ്റ എമ്മിൽ താഴെ. പക്ഷേ ഡെൽറ്റ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്നുള്ള റിലേഷൻ എം ഗ്രേറ്റർ ദാൻ എൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ടീഷ്യൻസിൻ്റെയും നോം ഡെൽറ്റ എന്നിൽ താഴെയാണ്. രണ്ട് പാർട്ടീഷ്യൻസ് പിയുടെയും ക്യൂവിൻ്റെയും നോം ഡെൽറ്റ എന്നിൽ താഴെയാണെങ്കിൽ എസ് എഫ് ക്യൂ മൈനസ് എസ് എഫ് ക്യൂ ലെസ് ദാൻ 1/n എന്നാ അത് തന്നെ ഇവിടെ നടക്കും. രണ്ടിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. സോ ദിസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/n. അങ്ങനെയാണ് നമുക്ക് ഇനിക്വാളിറ്റീസ് 1ഉം 2ഉം കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിലേക്ക് നോക്കുക. നമ്മൾ പഴയ കോഷി സീക്വൻസ് പഠിച്ച കാര്യം ആലോചിക്കുക. ഇതിനെ എക്സ് എൻ എന്നും ഇതിനെ എക്സ് എം ഒന്നും അങ്ങ് ആലോചിച്ചാൽ മതി. എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ 1/n. 1/n എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രത്യേകത ഉണ്ട്. 1/n എങ്ങോട്ടാണ് പോവുക? ഏത് 1/nനും ഇതുപോലെ ശരിയാക്കി എടുക്കാം. 1/n 0യിലേക്കാണ് പോവുക. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് തൊട്ടടുത്ത രണ്ട് ടേംസ് അല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൽ താഴെയാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് 0യിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെയായി. അപ്പോൾ നമ്മുടെ പഴയ കോഷി സീക്വൻസിൻ്റെ സീക്വൻസിലെ കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്കിതിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ആരുടെ കോഷി സീക്വൻസാണ് നമ്മൾ പറയുക? എസ് എഫ് പി എന്നെ എടുക്കാം, എസ് എഫ് പി എമ്മിനെ എടുക്കാം. അപ്പോൾ നമ്മൾ എസ് എഫ് പി എം എന്ന് പറയുന്ന കോഷി എന്ന് പറയുന്ന സീക്വൻസ് എസ് എഫ് പി എം റീമാൻ സം ഇങ്ങനെ ഫോം ചെയ്തത് എം ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഇതിലെ എം ഒന്നും ഒക്കെ മാറ്റി കൊടുക്കുമ്പം കോഷി സീക്വൻസിൻ്റെ പഴയ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എസ് എഫ് പി എം ഈസ് എ കോഷി സീക്വൻസ്. റിയൽ നമ്പേഴ്സിൻ്റെ ഒരു കോഷി സീക്വൻസ് ആണ് ഇത് എന്ന് നമുക്ക് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വേണമെങ്കിലും ചെറുതാക്കാം. ഇത് കോഷിയാണ്. ഇത് കോഷിയാണെങ്കിൽ കോഷി സീക്വൻസ് ഒക്കെ കൺവേർജൻ്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കൺവേർജസ് ടു എ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എസ് എഫ് പി എം കോഷിയാണ്. ഈ ക്രൈറ്റീരിയ കണ്ടിട്ട് കോഷി ആയതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എ എന്ന് വിചാരിക്കുക. എസ് എഫ് പി എമ്മിൻ്റെ ലിമിറ്റ് എ ആണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലിമിറ്റ് എ ആണെങ്കിൽ ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി വി ക്യാൻ റൈറ്റ് എം വലുത് എം ഗ്രേറ്റർ ദാൻ എൻ. അതുകൊണ്ട് എം ടെൻസ് ടു ഇൻഫിനിറ്റി ഞാൻ കൊടുക്കുന്നത്. അത് കൊടുക്കാൻ വേണ്ടിയാണ് എസ് എഫ് പി എന്നിനും എഴുതായിരുന്നു സിമ്പിൾ എഴുതിയപ്പോൾ. എസ് എഫ് പി എം എന്ന് എഴുതിയതിൻ്റെ കാര്യം അതാണ്. എം ആണ് വലുത്. ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി എൻ അതിലും ചെറുത്, അത് ഇൻഫിനിറ്റിയിലേക്ക് പോകണമെന്നില്ല. എസ് എഫ് പി എൻ മൈനസ് മറ്റേത് ലിമിറ്റ് കിട്ടി എ മൈനസ് എ ലെസ് ദാൻ 1/n എന്ന് നമുക്ക് എഴുതാം ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് എൻ. അപ്പോൾ സീക്വൻസ് എസ് എഫ് പി എം എന്ന് എഴുതാം, എസ് എഫ് പി എൻ എന്ന് എഴുതാം. വലുത് എം ആണ്, അതിനെ കളയാൻ വേണ്ടിയാണ്
ഇറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. n ടെൻസ് ടു ഇൻഫിനിറ്റിയിലാണെങ്കിൽ m അതിനേക്കാളും വലുത്, അതും ഇൻഫിനിറ്റിയിലേക്ക് പോകും. നമുക്ക് ഒരെണ്ണം കൊണ്ടുപോയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ SFPM എന്നുള്ള സിമ്പിൾ തന്നെ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. രണ്ടും ആക്ച്വലി ഒന്നാണ്. ഇത് കോഷിയാണ്. കോഷി ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതിൻ്റെ ലിമിറ്റ് a ആണെങ്കിൽ as m ടെൻസ് ടു ഇൻഫിനിറ്റി ഈ റിസൾട്ട് നമുക്ക് കിട്ടും. n ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടില്ല. as m ടെൻസ് ടു ഇൻഫിനിറ്റി SFPN മൈനസ് a ലെസ് ദാൻ 1/n ഫോർ ഓൾ n എലമെന്റ് ഓഫ് n എന്ന റിസൾട്ട് നമുക്ക് കിട്ടി. ഇതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് FRABയിലെ മെമ്പറാണ്. FRABയിലെ മെമ്പർ ആണെങ്കിൽ ഏത് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നാലും ഒരു ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കണം. SFP മൈനസ് L ലെസ് ദാൻ അങ്ങനെ ഒരു നമ്പർ ഏതെങ്കിലും കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് ഈ സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് a ഉണ്ട്. ഈ a തന്നെയാണ് നമ്മുടെ SFPയുടെ ലിമിറ്റും എന്ന് നമ്മൾ പറയാൻ പോവാം. അങ്ങനെയാണെങ്കിൽ SFP മൈനസ് a ലെസ് ദാൻ എപ്സിലോൺ ഫോർ എനി എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ p ഒക്കെ ഇവിടെ p m ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യൂവിനെ ഒരു ഏതെങ്കിലും ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഇത് F എലമെന്റ് ഓഫ് RAB എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a number delta epsilon such that for all partitions with norm less than delta epsilon modulus of SFP minus a particular number. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള നമ്പർ കാണുന്നുണ്ട്. ഈ നമ്പർ തന്നെയാണ് അവിടെ മൈനസ് a ലെസ് ദാൻ ദറ്റ് ഗിവൺ നമ്പർ എപ്സിലോൺ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട്. then we have to find a number. നമ്മൾ നമ്പർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. given epsilon greater than 0 we define k such that k greater than 2/epsilon. k greater than 2/epsilon ആകുന്നത് പോലെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇങ്ങനെ സെലക്ട് ചെയ്താലേ നമുക്ക് ശരിയാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയാറുള്ളത് given epsilon greater than 0 for all partitions with norm q less than delta epsilon. delta epsilon ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നു. നമ്മൾ ഇത്തരം നമ്പറുകളൊന്നും കണ്ടില്ലല്ലോ. നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്പേഴ്സ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു 1/k k ഗ്രേറ്റർ ദാൻ 2/epsilon ആണെങ്കിൽ ഡെൽറ്റ എപ്സിലോണിൻ്റെ വാല്യൂ 1/k ആയിട്ട് നമുക്ക് there exists 1/k such that for all partitions with norm less than 1/k modulus of S F ക്യൂവിൻ്റെ നോം 1/kയിൽ താഴെയാണെങ്കിൽ ഈ റിസൾട്ട് ശരിയാവുന്നു. SFQ മൈനസ് ഏത് റിസൾട്ടാണ് a ആണ് ലിമിറ്റ് ആകാൻ പോകുന്നത് എന്നാണ്, റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് ആകാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. SFQ മൈനസ് ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റിംഗ് വാല്യൂ a കിട്ടിയിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മളുടെ റീമാൻ സമ്മിൻ്റെ ലിമിറ്റും. SFP എന്ന് പറയുന്ന സീക്വൻസ് കോഷിയാണ്. അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്താണോ അതിനെ എല്ലെന്നോ എന്നൊക്കെ വിളിക്കാം. അത് a ആണെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ ലിമിറ്റും എന്നാണ് പറയാൻ പോകുന്നത്. SFQ മൈനസ് a എന്നുള്ളതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. SFQ മൈനസ് SF ഒരു നാച്ചുറൽ നമ്പർ k വെച്ചിട്ടുണ്ടല്ലോ, ആ നമ്പർ വെച്ചിട്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. മൈനസ് SFPK പ്ലസ് SFPK പ്ലസ് SFPK മൈനസ് a എന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. മോഡുലസ് ഓഫ് ആൻഡ് ദിസ് ഈസ്, ഞാനിവിടെ തന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് മോഡുലസ് ഓഫ് a പ്ലസ് b ഫോമാണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a പ്ലസ് മോഡുലസ് ഓഫ് b എന്നായി. SFPK k ഈസ് എ നാച്ചുറൽ നമ്പർ. കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/k ഉണ്ട്. SFPK മൈനസ് a നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതല്ലേ ഉള്ളൂ. SFPN മൈനസ് a ലെസ് ദാൻ 1/n എന്ന് പറഞ്ഞ പോലെയാണ്. ഇതാകുമ്പോൾ ലെസ് ദാൻ 1/k എന്ന് പറയാം. PKയുടെ നോം, പാർട്ടീഷൻ്റെ നോം 1/kയിൽ താഴെയാണ്. ക്യൂ എന്ന് പറയുന്ന പാർട്ടീഷൻ നമ്മൾ എടുക്കുന്നത് നോം ക്യൂ ലെസ് ദാൻ 1/k ആകുന്നത് പോലെയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെയും ലെസ് ദാൻ 1/k എന്ന് നമുക്ക് പറയാം. ദിസ് ഇസ് ലെസ് ദാൻ 1/k പ്ലസ് 1/k ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/k. ഇത് 2/k എന്നുള്ള ഫോമിലേക്ക് എത്തും. ഇനി നമ്മൾ k ഗ്രേറ്റർ ദാൻ 2/epsilon ആകുന്നത് പോലെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അവസാനം SFQ മൈനസ് a given epsilon greater than 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ k ഗ്രേറ്റർ ദാൻ 2/epsilon എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 2/k എന്ന് എഴുതാം, അല്ലെ 2/k ലെസ് ദാൻ എപ്സിലോൺ എഴുതാം. ഇപ്പോൾ ഇവിടെ വരുന്ന ഈ 2/k ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാറായി. given epsilon greater than 0 for all partitions with norm less than 1/k we have SFQ minus a less than epsilon. അല്ലെ for all k greater than 2/epsilon given epsilon greater than 0 for all k greater than 2/epsilon we have SFQ minus a less than epsilon. അപ്പോൾ അങ്ങനെയാണ് കോഷി ക്രൈറ്റീരിയ രണ്ട് പാർട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്സിലോൺ എന്നുള്ള നമ്പറിന് പകരം നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് പാർട്ട് വളരെ ഈസിയാണ്.
സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/n-കൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ്, ഈ ഡിഫറൻസ് ചെറുതാകുന്ന പോലെയാണ്. അപ്പോൾ 1/n-കൾ പോസിറ്റീവാണ്, ചെറുതാണ്. എപ്സിലോൺ ഈക്വൽ ടു 1/n വെച്ച് ആലോചിച്ചു. രണ്ട് പാർട്ടീഷൻസിൻ്റെ നോം എപ്സിലോൺ 1/n ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ എൻ ഉണ്ട്. ഡെൽറ്റ എന്നേക്കാൾ താഴെ പാർട്ടീഷൻ നോമുള്ള എല്ലായിടത്തും SFP മൈനസ് SFQ ലെസ് ദാൻ എപ്സിലോൺ വാല്യൂ 1/n എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിൽ കൂട്ട് രണ്ട് m ഗ്രേറ്റർ ദാൻ n വരുമ്പോൾ ഇതിൻ്റെ ഒരു ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 1/n ഗ്രേറ്റർ ദാൻ 1/n+1 എന്ന് വരുമ്പോൾ പാർട്ടീഷൻ്റെ നോം നമ്പേഴ്സ് വലുതാകുന്നതനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ n+1 എന്ന് കിട്ടും. m ഗ്രേറ്റർ ദാൻ n ആകുമ്പോൾ ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ m എന്നാണ് നമ്മുടെ റിലേഷൻ. അതുപയോഗിച്ച് പാർട്ടീഷൻസിൻ്റെ നോം ഡെൽറ്റ n താഴെയാകുമ്പം പാർട്ടീഷൻസിൻ്റെ നോം ഡെൽറ്റ n താഴെയാകുമ്പോൾ പാർട്ടീഷൻസിനെ പി എന്ന് വിളിക്കും. പാർട്ടീഷൻസിൻ്റെ നോം ഡെൽറ്റ m താഴെയാകുമ്പോൾ പാർട്ടീഷൻസിനെ പി എം എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 1/n-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ n കൊണ്ടും ഇത് 1/m-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ m കൊണ്ടും ഫോം ചെയ്തിരിക്കുന്ന നോം അതുമായിട്ട് കണക്ട് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന പാർട്ടീഷനാണ്. അപ്പോൾ ഇവിടെ നോം ലെസ് ദാൻ ഡെൽറ്റ n ആണ്, ഇവിടെ നോം ലെസ് ദാൻ ഡെൽറ്റ m ആണ്. m ഗ്രേറ്റർ ദാൻ n-ൽ ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ m എന്നുള്ള റിലേഷനുണ്ട്. അപ്പോൾ രണ്ട് സൈസ് പാർട്ടീഷൻസിൻ്റെയും നോം ഡെൽറ്റ n താഴെയാണ്. പാർട്ടീഷൻസിൻ്റെ നോം ഡെൽറ്റ n-ൽ താഴെയാണെങ്കിൽ ഈ ഡിഫറൻസ് 1/n താഴെയാണ് എന്നാണ്. അപ്പോൾ SFPn മൈനസ് SFPm എന്ന് പറയുന്നത് 1/n താഴെയാണ്. അപ്പോൾ ഇതിന് നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ഈ SFPn എന്ന് പറയുന്ന സീക്വൻസിന്. അപ്പോൾ അത് സീക്വൻസ് ആണ് xn മൈനസ് xm ലെസ് ദാൻ ഇനി പ്രീ അസൈൻഡ് വാല്യൂ എത്ര വേണേലും ചെറുതാക്കാം. ഏതെന്നും ഇങ്ങനെ ഉണ്ട്, എത്ര വേണേലും ചെറുതാക്കാം. അപ്പോൾ ഇതൊരു കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസ് ആണ് കൺവേർജൻ്റ് ആണ്. കൺവേർജൻ്റ് ആണ്, ലിമിറ്റ് ഉണ്ട്. ഇതിൻ്റെ ലിമിറ്റാണോ ഇതിൻ്റെ ലിമിറ്റാണോ എന്നൊക്കെ പറയാം. xn മൈനസ് xm xn-ൻ്റെ ലിമിറ്റാണോ xm-ൻ്റെ ലിമിറ്റാണോ ഒക്കെ പറയാം. പക്ഷെ നമ്മളിവിടെ m ഗ്രേറ്റർ ദാൻ n എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വലുത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ചെറുത് ഇൻഫിനിറ്റിയിലേക്ക് പോയതാൽ വലുത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഒരെണ്ണത്തിനെ നമുക്ക് നിർത്താൻ വേണ്ടി നമ്മൾ വലുതിനെ ഇട്ട് SFPm കോഷിയ എന്ന് പറയുന്നു. SFPm-ൻ്റെ ലിമിറ്റ് എയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ മറ്റേതിനെ SFPn മൈനസ് എ, ഇതിൻ്റെ ലിമിറ്റ് എയിലേക്ക് പോയി, ലെസ് ദാൻ 1/n എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് മൂന്നാമതൊരു റിസൾട്ടാണ്. ഈ നമുക്ക് FRAB ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഏത് എപ്സിലോൺ തന്നാലും ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഒരു കാര്യം ചെയ്യുക, k ഗ്രേറ്റർ ഈ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് k ഗ്രേറ്റർ ദാൻ 2 എപ്സിലോൺ ആകുന്ന നാച്ചുറൽ നമ്പർ k സെലക്ട് ചെയ്യുക. k എലമെന്റ് ഓഫ് n, k നാച്ചുറൽ നമ്പറാണ്. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/k ഉണ്ട്. നോം ഡെൽറ്റ 1/k അല്ല, ഡെൽറ്റ k നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നോമുണ്ട്. ഏത് പാർട്ടീഷൻ്റെ നോം ഡെൽറ്റ കെയിൽ താഴെയാവുന്നു അവിടെയൊക്കെ നമുക്ക് SFQ മൈനസ് എ ഡിഫൈൻ ചെയ്യാം. അതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. SFPK മൈനസ് എ, കെ നാച്ചുറൽ നമ്പർ ആകുമ്പോൾ SFPK മൈനസ് എ 1/k താഴെയാകും. SFQ മൈനസ് SFPK രണ്ടിൻ്റെയും നോം ഡെൽറ്റ കെയിൽ താഴെയാണ്. അതുകൊണ്ട് SFQ മൈനസ് SFPK എന്ന് പറയുന്നത് 1/kയിൽ താഴെയാണ്. ഈ വന്ന റിലേഷൻ പോലെ 1/kയിൽ താഴെയാണ്. 1/k പ്ലസ് 1/k 2/k എന്ന് എടുത്ത സം വരും. നമ്മൾ അത് ലെസ് ദാൻ എപ്സിലോൺ എഴുതാൻ വേണ്ടി ഈ സെലക്ഷൻ നടത്തുക. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു ഹാവ് ടു ഗീവ് എ നമ്പർ എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ k ഗ്രേറ്റർ ദാൻ 2/ε സെലക്ട് ചെയ്താൽ k ഗ്രേറ്റർ ദാൻ 2/ε ആയതുകൊണ്ട് ഈ 2/k ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഫോർ ഓൾ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ പാർട്ടീഷൻസ് സച്ച് ദാറ്റ് k ഗ്രേറ്റർ ദാൻ 2/ε നോം പറയുന്നതിന് പകരം kയിൽ നിന്ന് 1/k ഉണ്ടായിക്കോളും, നോമും ഉണ്ടായിക്കോളും. മോഡുലസ് ഓഫ് SFQ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ സാധിച്ചു. സോ ദ കോൺവേഴ്സ് പാർട്ട് ഓഫ് കോഷീസ് തിയറം, കോഷീസ് ക്രൈറ്റീരിയ ഫോർ റീമാൻ സം ഈസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ പഴയ കോഷി ക്രൈറ്റീരിയ ആയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ മോഡൽ എക്സാംസ് എഴുതിയതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പറ്റിയ ഏറ്റവും അടുത്ത സമയത്ത് നിങ്ങൾ ഈ തിയറം പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉടനെ തന്നെ മറ്റ് പോർഷൻസും കൂടി ഞാൻ വീഡിയോസ് പ്രിപ്പയർ ചെയ്ത് അയക്കുന്നതാണ്. അപ്പോൾ ഉള്ള സമയം അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റീമാൻ ഇൻ്റഗ്രലിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല, അത് പഠിക്കാൻ വേണ്ടിയാണ് എക്സാമിന് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ ഇപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. താങ്ക് യു.